ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സൺ കാർഡാണ്. തീർച്ചയായും പുതിയ പ്രതീക്ഷയും പുതിയ പ്രകാശവും ജീവിതത്തിലൊരു പുതിയ തുടക്കവും ഒക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. കാത്തിരിപ്പിനൊരു അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം, അത് മുടങ്ങിക്കിടന്നിരുന്ന എന്തോ ഒരു കാര്യം അത് പൂർത്തിയായി എന്നുള്ളതാണ്. അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ചില ആൾക്കാർ ഏതോ ഒരു കാര്യത്തിൽ എഗ്രിമെൻറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണുള്ളത്. പിന്നെ ഒരു അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹമോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര പോകുന്നതോ അത്തരത്തിൽ ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. കുറേ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന പ്രശ്നമൊക്കെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം അതൊക്കെ നിങ്ങൾ ഹീല് ചെയ്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൺ കാർഡ് ഒരു പുതിയ തുടക്കവും ഒക്കെയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ മാറ്റി നിങ്ങൾ ഉന്മേഷത്തിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ പൂർണ്ണമായും എൻഡ് ആക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ ഒരു ഹാബിറ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് വേണ്ടാത്ത ഏതോ ഒരു ഹാബിറ്റ് നിങ്ങൾ എൻഡ് ആക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന ഏതെങ്കിലും ജോലി പൂർണ്ണമായും എൻഡാക്കി നിങ്ങൾ ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡാക്കി പുതിയതായി എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ അധികാരവും പ്രതാപവും ഒക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയൊക്കെ നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത ആ ഒരു ജോലി, അത് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ഒരു ഇടപെടൽ മൂലം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു കസേരയിലേക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാവാം നിങ്ങൾ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വലിയ വിലയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുകയും അവരത് അക്സെപ്റ്റ് ചെയ്യുകയും യാതൊരു ഒബ്ജക്ഷനും പറയാതിരിക്കുകയും ഒക്കെ
ആ, ചെയ്യുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ അനുസരിക്കും എന്നുള്ളതാണ്. അവർ നിങ്ങളെ അനുസരിക്കാനൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എന്തു പറഞ്ഞാലും മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത്, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങൾ അർഹിക്കുന്ന ആദരവ് അവർ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അത്തരത്തിലൊരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു സമയം ഉള്ളത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ ഈ സമയം നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച, നിങ്ങൾ ഒരുപാട് പ്രണയിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അടുത്തതായിട്ട് റിയാലിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ അത് നമ്മളുടെ ജീവിതമല്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് റിലേഷൻഷിപ്പാണ് നമ്മളുടെ ഹോൾ ലൈഫ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് പിന്നെ മുന്നോട്ട് ജീവിതമില്ലെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അത് എപ്പോഴും ഓർക്കുക, അത് എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു മെഡിറ്റേഷനാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ് മെഡിറ്റേഷനാണ്. നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിനകത്ത് ധാരാളം എനർജി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് സെയിമായിട്ടുള്ള ഫലം നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക, സമാധാനത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ഇന്നർ ലൈറ്റ് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രകാശമാകേണ്ട ആളാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ തന്നതെന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് കാമായിട്ടിരിക്കുക. പിന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാനൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് കൂടുതലായും മറ്റുള്ളവരുമായും ഇട്ടൊന്നും മിങ്കിൾ ചെയ്യാതെ ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനുമൊക്കെ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയം പ്രാണായാമമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിനകത്ത് നിങ്ങൾ കുറേയധികം ആൾക്കാർ, നിരാശയിലായ ആൾക്കാർ, അവർ അതിൽ നിന്ന് ചേഞ്ച് ആകുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ, അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചുമൊക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ അവരൊന്ന് ഹീലാകുന്ന ഒരു എനർജിയാണ്. അവരൊന്ന് ഹീലായൊരു എനർജിയാണ്. അപ്പോൾ ഇന്നലെ വരെ നിങ്ങളിങ്ങനെ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളിലേക്ക് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി മാറി നിന്ന് നമ്മളോട് മാത്രമായിട്ട് സംസാരിക്കുക. അപ്പോൾ കൃത്യമായിട്ടും നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ സ്വയം ഒന്ന് ചോദിക്കുക. നമ്മുടെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു അന്ന് ചെയ്യേണ്ടിയിരുന്നത്, എന്തുകൊണ്ടാണ് ആ സംഭവം അങ്ങനെ ഉണ്ടായത്, അത് എങ്ങനെയാണ് ഇപ്പോൾ തിരുത്തേണ്ടത്, അങ്ങനെയാണ് നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ ശരിക്കും വേറൊരാൾ നമ്മളോട് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ സ്വയം ചോദിക്കുക. കാരണം നമ്മളുടെ ന്യൂനതകളും നമ്മുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റ്സ് വരെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്. അത് ലോകത്ത് വേറൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇന്ന ആൾക്കാണ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ലോകത്തൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്കാണ് നമ്മളെ തിരുത്താൻ പറ്റുന്നത്. ഏറ്റവും നല്ല മോട്ടിവേഷൻ നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് മാറ്റി നിങ്ങൾ ഈ സമയം ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിനെ പറ്റി ഈ ഒരു സമയം ചിന്തിക്കുക എന്നുള്ളതാണ്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന യാതൊരു കാര്യവും ഈ സമയം നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. പിന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിവിടെ എന്തോ ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. അത് നിങ്ങളെ വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു കാര്യമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അത് ശരിക്കും നിങ്ങളെ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ എംപററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടേതായ ഒരു സിംഹാസനം ഉണ്ടാക്കി അതിലിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ സെൽഫ് മെയ്ഡ് ആണെന്ന് സ്വയം തോന്നുന്ന ഒരു സമയമാണ്. അതായത് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യം ആണിത്, അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റാരും കൂടെയില്ലാതെ സ്വയം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൽ നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ ആകാം. പക്ഷേ അതൊരു ഈഗോ ആക്കി മാറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തു കാര്യം ചെയ്യുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതായത് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം അനുഭവിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് റിസ്ക് എടുത്താലും നിങ്ങൾക്കതിൻ്റെ ഫലം സന്തോഷമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫലം പ്രതീക്ഷിക്കാം. സന്തോഷം മാത്രമല്ല, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ചില വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം പൈസ ഈ ഒരു സമയം കിട്ടും എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.